ഹായ് എവരി വൺ. ഖത്തറിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുന്ന കുറേ ഇന്ത്യൻ നഴ്സസ് ഉണ്ട്. സോ ആ നഴ്സസ് ഡെസ്മ ഇൻ്റർനാഷണലെ കോൺടാക്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റാമെന്ന് യൂഷ്വലി ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ആ നഴ്സസിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഖത്തറിൽ കാൽഗറി യൂണിവേഴ്സിറ്റിയിൽ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് എങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. കാൽഗറി യൂണിവേഴ്സിറ്റിയിലെ ഒരു ക്യാമ്പസ് ഖത്തറിൽ അവൈലബിൾ ആണ്. സോ അവിടെ പഠിച്ച BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് ഓസ്ട്രേലിയയിലെ OBA പ്രോസസ്സ് സ്കിപ്പ് ചെയ്തിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു പ്രൊസീജിയറിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ എക്സ്പേർട്ട് ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഖത്തറിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സസ് അവർ ക്വാളിഫിക്കേഷൻ എടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കും, ബട്ട് ഖത്തറിൽ RN വർക്ക് ചെയ്യുകയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് 3 സ്റ്റെപ്സ് തന്നെയാണ് വരുന്നത്. OBA പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. NCLEX RN, OSCE ആൻഡ് ലാംഗ്വേജ് ടെസ്റ്റ്. ഈ 3 പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് RN വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ NCLEX RN എന്ന് പറയുന്നത് ഒരു തിയറി ബേസ്ഡ് എക്സാം ആണ്. ഇന്ത്യയിൽ തന്നെ പല സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിലൊഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും NCLEX RNൻ്റെ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അവിടുന്ന് എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പായ OSCE പ്രാക്ടിക്കൽ എക്സാം ഓസ്ട്രേലിയയിൽ നിന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയിൽ 2 സെൻറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് മെൽബണും രണ്ടാമത്തേത് അഡലൈഡും. ഏത് സെൻറ്ററാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് OSCE എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഫൈനൽ സ്റ്റെപ്പാണ് ലാംഗ്വേജ് ടെസ്റ്റ്. ലാംഗ്വേജ് ടെസ്റ്റിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് IELTS, PT, OET. ഈ 3 ടെസ്റ്റാണ് യൂഷ്വലി നഴ്സസ് എടുക്കാറുള്ളത്. സോ ഈ ഒരു ടെസ്റ്റും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഖത്തറിൽ ഹമദിലൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഡെസ്മ ഇൻ്റർനാഷണലെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. കുറേ നഴ്സസ് ഡെസ്മ ഇൻ്റർനാഷണൽ ത്രൂ ഓസ്ട്രേലിയൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുമുണ്ട്. GCC കൺട്രിയിൽ നിന്ന് മെയിനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ പെർമനൻ്റ്ലി ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ നോക്കിയിട്ട് തന്നെയാണ്. ബെറ്റർ സാലറി, വർക്ക് ലൈഫ് ബാലൻസ്, ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ടൈമും കൂടുതൽ കിട്ടാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ GCCയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു കൺട്രി നോക്കുമ്പോൾ അവരുടെ മൈൻഡിൽ ഫസ്റ്റായിട്ട് വരുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. ഡെസ്മ ഇൻ്റർനാഷണൽ ത്രൂ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂ അസിസ്റ്റൻസും അത് കഴിഞ്ഞിട്ടുള്ള PR പ്രോസസ്സും നമ്മൾ ഗൈഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനുള്ള റീസൺ ഖത്തറിലെ ഒട്ടുമിക്ക നഴ്സസും നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറി ഓഫ് നഴ്സസിന് സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ. സോ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ എൻറ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 1 ഇയറാണ് ടൈം എടുക്കുന്നത്. നിങ്ങൾക്ക് ജോലിയോടൊപ്പം തന്നെ ഓസ്ട്രേലിയയുടെ പ്രൊസീജിയറും ചെയ്യാനായിട്ട് സാധിക്കും. ജോബ് റിസൈൻ ചെയ്യേണ്ടി വരുന്നില്ല. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.